കൊച്ചി ലണ്ടൻ വിമാന സർവീസ് എയർ ഇന്ത്യ നിർത്തുന്നു. മാർച്ച് 28-ന് ഗാൽവിക്കിൽ നിന്ന് കൊച്ചിയിലേക്കാണ് അവസാന സർവീസ് നടത്തുക. സർവീസ് തുടരണമെന്നാവശ്യപ്പെട്ട് UK-ലെ മലയാളികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ലണ്ടനിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ നാട്ടിലെ കൊച്ചിയിലേക്ക് പോകാനായിട്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് എയർ ഇന്ത്യയുടെ ഗാറ്റ്വിക് ടു കൊച്ചിൻ ഫ്ലൈറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള ന്യൂസ് പ്രകാരം അത് ഈ അടുത്ത മെയ് മാസം മുതൽ നിർത്തുകയാണെന്നാണ്. അപ്പോൾ അത് UK-യിലുള്ള ഒരുപാട് മലയാളികൾ, ഞങ്ങളെപ്പോലെ നാട്ടിലേക്ക് പോകാനും ഇതിനെ ആശ്രയിക്കുന്ന ഒരുപാട് മലയാളികൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇതിനെ സഹായിക്കാൻ കഴിയുമ്പോൾ ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഒരുപാട് മലയാളികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമായിരുന്നു അത്. കൊച്ചിയിൽ നിന്നും ലണ്ടൻ വരെയും തിരിച്ചുമുള്ള ഡയറക്റ്റ് ഫ്ലൈറ്റ് സർവീസ് മലയാളികൾക്ക് വലിയൊരു അനുഗ്രഹമാണ്. അത് നിർത്തലാക്കാൻ പോകുന്നറിഞ്ഞു. ദയവ് ചെയ്ത് ഇത് ഒരിക്കലും നിർത്തലാക്കരുത്. നിർത്തലാക്കുന്നത് മലയാളികളോട് ചെയ്യുന്ന വലിയൊരു വഞ്ചനയാണ്. ഇത് അനീതിയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ സർവീസ് നിർത്തലാക്കരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു. അശ്വിൻ ബാലാഴി വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, ശരിക്കും ഈ യാത്രക്കാരില്ലാത്തതുകൊണ്ടാണ്, കാര്യം ഇത് 4.5 വർഷമായല്ലോ ഈ സർവീസ് നടത്താൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എയർ ഇന്ത്യ നിർത്താൻ കാരണം ആളില്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ ഒരു പ്രശ്നം ഈ ലണ്ടനിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള സർവീസിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ലണ്ടൻ മലയാളികളൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. 2020 കോവിഡ് സമയത്ത് വന്ദേ ഭാരത് മിഷൻ്റെ ഭാഗമായാണ് കൊച്ചിയിലേക്ക് ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് അന്ന് ചാർട്ട് ചെയ്തത്. അന്ന് ഒരു ഫ്ലൈറ്റ്, ആഴ്ചയിൽ ഒരു ഫ്ലൈറ്റ് എന്നുള്ളതായിരുന്നു അതിൻ്റെ ആദ്യ ഷെഡ്യൂൾ. പിന്നീട് അത് 2 പിന്നീട് 3 ഒക്കെ ഉയർത്തിയാണ് ഇപ്പോൾ ആഴ്ചയിൽ 3 സർവീസ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 4.5 വർഷമായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ സർവീസുകളിലും നിറയെ യാത്രക്കാരുമായാണ് കൊച്ചിയിലേക്കും മടങ്ങി തിരിച്ച് ലണ്ടനിലേക്കുമൊക്കെയുള്ള യാത്ര നടത്തിയിരുന്നത്. ഇപ്പോൾ നിലവിൽ ഒരു കാരണമായി പറയുന്നത് വിമാനങ്ങളുടെ അഭാവമാണ് എന്നുള്ളതാണ് അനൗദ്യോഗികമായി എയർ ഇന്ത്യ നൽകുന്ന വിശദീകരണം. എന്തായാലും ലണ്ടൻ മലയാളികളെ സംബന്ധിച്ച് ഫ്ലൈറ്റ് നിർത്തലാക്കുന്നത് കനത്ത തിരിച്ചടിയാണ്. അവർക്ക് ലണ്ടനിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒരു ലൈഫ് ലൈനായി കഴിഞ്ഞ 4.5 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രിയ സർവീസ് കൂടിയാണ് കൊച്ചി ലണ്ടൻ എയർ ഇന്ത്യ വിമാനം. എന്തായാലും അത് നിർത്തലാക്കുന്നത് അവർക്ക് നാട്ടിലേക്കുള്ള എളുപ്പത്തിലുള്ള വരവിനൊക്കെ തിരിച്ചടിയാകും. ഏറെ അത് ബാധിക്കുന്നത് പ്രായമായവരെയാണ്. കാരണം കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടാൽ നേരെ ലണ്ടനിലെത്തുന്ന ഒറ്റ ഫ്ലൈറ്റാണ്. പ്രായമായവർക്കൊക്കെ അവിടേക്ക് പോകാനും അവിടെ സന്ദർശിച്ച് മടങ്ങി വരാനും ഒക്കെ ഏറെ ഉപകാരപ്രദമായിരുന്ന ഫ്ലൈറ്റ്. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നാട്ടിലേക്ക് വരാനൊക്കെ വളരെ ഉപകാരപ്രദമായിരുന്ന ഒരു സർവീസാണ്. അതിൽ പല സർവീസിൻ്റെ പല കുറ്റങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും അതൊക്കെ ഒറ്റ സർവീസിൽ നാട്ടിലെത്താമെന്നുള്ള കാരണം കൊണ്ട് അവരെല്ലാം അത് ചെറിയ കാരണങ്ങളാക്കി വെച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അത് നിർത്തലാക്കാനുള്ള എയർ ഇന്ത്യയുടെ തീരുമാനത്തിനെതിരെ വലിയ പ്രതിഷേധമുയരുന്നുണ്ട്. ലണ്ടൻ മലയാളികൾ സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാരും ഒപ്പം MP-മാരുമൊക്കെ ബന്ധപ്പെട്ട് സർവീസ് നിലനിർത്തണം എന്നുള്ളൊരാവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. അത് എയർ ഇന്ത്യയുടെ മാനേജ്മെൻറ്റുമായൊക്കെ സംസാരിക്കാനുള്ള ഇടപെടലുകൾ നടത്തണമെന്നുള്ളതാണ് ലണ്ടനിലുള്ള മലയാളികളുടെ അഭ്യർത്ഥന. എന്തായാലും അത്തരത്തിലുള്ള ഇടപെടൽ MP-മാരുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഓക്കെ, താങ്ക് യു. അശ്വിൻ ബാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും യാത്രക്കാരുണ്ടെങ്കിൽ എയർ ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഇതൊക്കെ പരിഗണിക്കാവുന്നല്ലോ. പ്രത്യേകിച്ച് എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം ഒരു വലിയ മാറ്റത്തിന് തയ്യാറെടുക്കുന്ന വേളയിൽ നമ്മുടെ UK-യിലുള്ള മലയാളികളെ സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് ഇടപെടണമെന്നാണ് നമുക്ക് പറയാനുള്ളത്.